back to a new brand video of gaming vlog SF guys. അപ്പോൾ എല്ലാവരും സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്. കണ്ടന്റ് വേണ്ട. നമുക്ക് എന്തായാലും ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോ കാണാം. നമുക്ക് കുറച്ച് വീഡിയോസ് കാണാം. വീഡിയോസ് കാണാം ഗൈസ്. നമുക്ക് കുറച്ച് വീഡിയോസ് കണ്ട് രസിക്കാം. വരൂ. Print worry-free in color at a really low cost. LCD Kodak printers. It's not just fabulous, it's totally printabulous. നല്ല വീഡിയോ കാണാം. അത് കോമഡി എന്ന് പറഞ്ഞാൽ എൻ്റെ ആ പോന്നിടാവേ തീർന്നം കാശി കോമഡി എനിക്ക് കളി. ഈ ഒരു CCTV ഫുട്ടേജ് തമിഴ്നാട്ടിലെ ഒരു ചെറിയ വില്ലേജിലെയാണ്. അവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഇത് പ്രേതമാണെന്നാണ്. ഈ കറക്റ്റ് ലൊക്കേഷനിൽ കുറെ പേര് മരിച്ചിട്ടുമുണ്ട്. പേടിക്കാനായിട്ട് രാത്രി 8 മണി കഴിഞ്ഞാല് ഇവിടെ ആരും പുറത്തേക്ക് പോലും ഇറങ്ങത്തില്ല. ഈ ഒരു കാരണം കൊണ്ട് ഇവിടുത്തെ സ്ഥലത്തിന് വിലയില്ല, ആളുകളൊക്കെ വീട് മാറി പോകുന്നു. ഇതിനൊരു പരിഹാരം വേണം. ഇനി ഈ ഗ്രാമത്തെ രക്ഷിക്കാൻ ഈ ഭൂമിയിൽ ഒരാളെ ഉള്ളൂ, ഞാൻ തന്നെ. നോ, ഇത് കുറച്ച് സീരിയസ് ആണ്. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഇതാണ് എന്റെ ഫ്രണ്ട് കണ്ണൻ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചായ കുടിക്കാൻ പോയപ്പോഴേക്കും ഇവരെന്നോടൊരു കാര്യം പറഞ്ഞു. അവന്റെ നാട്ടിൽ പ്രേതമുണ്ട്. എനിക്ക് ഈ പ്രേതത്തെ ഒന്നും വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് പേടിയും തോന്നിയില്ല. പക്ഷെ അവന്റെ ആന്റി എന്നോടൊരു കാര്യം പറഞ്ഞു. രാത്രിയിലെ അങ്ങ് പോകக்கூடாது. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എന്തോ ഒരു ഡൗട്ട് അടിച്ചു. അത് മാത്രമല്ല, രാത്രിയില് ആ വഴി പോകാതെ പേടിച്ചിരിക്കുന്ന ഒരു ചേട്ടനെയും കൂടെ ഞാൻ കണ്ടു. എന്തായാലും എന്റെ ഇന്നത്തെ ജോലി എന്താണെന്ന് വെച്ചാൽ ഇവിടെ അബ്നോർമൽ ആയിട്ട് ഒന്നും ഇല്ലെന്ന് തെളിയിക്കുന്നുള്ളതാണ്. നിനക്ക് വട്ടാണ്, എനിക്ക് പേടിയാണ്. ഞാൻ രാത്രി മുല്ലാൻ പോലും ഇറങ്ങത്തില്ല. ഈ പുലി വീടിന്ന് ഞാൻ തീരും. ഞങ്ങൾ വണ്ടി എടുത്തിട്ട് നേരെ തമിഴ്നാട്ടിലേക്ക് പോയി. ഐ ഹാവ് എ പ്ലാൻ. രാത്രി 12 മണി കഴിഞ്ഞ് ഈ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞ വഴി കൂടെ പോയിട്ട് അടുത്തുള്ള ഒരു കോവിലിൽ ചെന്നിട്ട് ഈ പൂമാല അവിടെ വെക്കണം. അങ്ങനെ പോയി തിരിച്ചു വന്നാല് ഇവിടെ പ്രേതമില്ലെന്ന് വിശ്വസിക്കാന്ന് ഈ അമ്മ പറഞ്ഞു. അങ്ങനെ രാത്രി 12 മണി കഴിഞ്ഞ് ഞങ്ങൾ പ്രേതത്തെ തപ്പി ഇറങ്ങി. നമുക്ക് പ്രേതത്തെ പിടിക്കാൻ പോകാം. ഈ നാട്ടില് പ്രേതം ഉണ്ടോന്ന് ഇന്ന് ഞാൻ കണ്ടുപിടിക്കും. അവിടെ അത് പേടിയൊന്നുമില്ല, പക്ഷെ എന്റെ കൂടെ ഒരു 3 പേരും കൂടെ ഉണ്ട്. പേടിയുണ്ടോ? പേടി മറ്റേ നെടലി കണ്ടപ്പോ പേടിച്ച് നമ്മളെ ധൈര്യമൊക്കെ പറയെങ്കിലും ഇപ്പൊ ഒരു പേടി തോന്നുന്നില്ല. അല്ല ശരിക്കും നാട്ടുകാർ മൊത്തം പേടിച്ചിരിക്കുമല്ലേ? അവർക്കെല്ലാവർക്കും ഈ വഴി രാവിലെ തമിഴ് പാൽപ്പണ്ണ പറയും. ആ സ്ഥലത്ത് പാല് കൊടുക്കാൻ പോകുന്നവരുണ്ട്. ഒരു പോകുമ്പോഴത്തേക്കിനും ഈ വഴി തന്നെ ഒരു സ്ഥലത്ത് ഒരു പാൽക്കാരൻ ഇതുപോലെ ആരോ വെട്ടിക്കൊന്ന് അങ്ങനൊരു സ്ഥലമുണ്ട്. അവിടെയായിട്ട് അവര് കുറച്ച് പാല് ഒഴിച്ചിട്ടേ പോകത്തുള്ളൂ. നീതൊക്കെ ഉണ്ടാക്കി പറയുന്ന സീരിയസ് ആയിട്ടുള്ള നമുക്ക് വേണമെങ്കിൽ പോയി കാണാം. അവൻ പറഞ്ഞത് കറക്റ്റ് ആണ്. കാരണം ഞങ്ങൾ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് നടന്നപ്പം ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടു. ഈ ചേട്ടനും ഒരു പാൽക്കാരനാണ്. പുള്ളിക്കാരൻ അങ്ങോട്ട് പോകാതെ ഒറ്റയ്ക്ക് പേടിച്ച് നിൽക്കുവാണ്. കാരണം പണ്ട് ഇതുപോലെ ഒരു പാൽക്കാരൻ ആ ലൊക്കേഷനിൽ വെച്ച് മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ വഴി പോകുന്ന ആളുകളൊക്കെ ആ റോഡില് കുറച്ച് പാൽ ഒഴിച്ചിട്ടാണ് പോകാറ്. അത് ഞങ്ങൾ രാവിലെ പോയി കണ്ടതാണ്. சொல்லிருக்காங்களா யாராச்சும் இந்த மாதிரி அங்க போனா இருக்கு, அந்த வழியில இருக்கு அப்படின்னு யாராச்சும் சொல்லிருக்காங்களா? அது வேணா சொல்லிருக்கு. இந்த வழியில இருக்கு அந்த மாதிரி எதுவும் சொல்லிருக்காங்களா? வண்டியில வந்து காலமாதான் 2 பிளேட் எடுத்துட்டாங்களா? எங்க நவம்பர் இருக்கலாம். ஆமா ஆமா, அந்த நம்ம கோயில் மேட்சுக்கு எப்போ எவ்வளவு நாள் ஆச்சு? அது ஒரு 6 மாசம் கழிச்சுல. அங்கனதான் பயந்துட்டேன் வச்சுட்டேன். சாமத்துல வர பேய் இருக்கு எல்லாரும் சொன்னான். അവിടെ ഒരു 6 മാസം മുമ്പ് ഒരു 2 പേര് എവിടെ ഇറങ്ങാங்க? ഇവരൊക്കെ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത് കണ്ടപ്പം അങ്ങോട്ട് പോകണോന്നൊക്കെ ഒരു ഡൗട്ട് തോന്നി. പക്ഷെ പോകാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പിന്നെ മുന്നോട്ട് നടന്നു. ഇപ്പൊ നടക്കുന്നത് നല്ല ശരിക്കും പറഞ്ഞ റിസ്ക് ആണ്. അതുകൊണ്ട് ഞാൻ വേണ്ടെന്നേ പറയത്തുള്ളൂ. എനിക്ക് പേടിയുണ്ട്. ജീവനോട് തിരിച്ചു പോകണ്ടേ? കാരണം ഞാൻ എന്തോ
എന്തൊക്കെയോ കാണുന്നുണ്ടല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോ ഡിറ്റക്ഷൻ ആപ്പിൽ ഒരു റെഡ് സ്പോട്ട് കാണിച്ചു. ആ സൈഡിൽ അവിടെ അടുത്തേക്കല്ലോ നടന്നെത്തിയത് ഞാൻ ആദ്യം പറഞ്ഞ കോവിലിന്റെ ഫ്രണ്ടിലാണ്. ഇങ്ങോട്ട് നോക്കി. പേടിപ്പിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ എന്റെ കയ്യിലുള്ള മാല ഞാൻ അവിടെ വെച്ചിട്ട് തിരിച്ചു വന്നു. പക്ഷെ എന്നിട്ടും എനിക്ക് പ്രേതത്തെ ഒന്നും കാണാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് അന്ന് ഞാൻ ഒറ്റയ്ക്കും ആ വഴി പോയി നോക്കി. ഇപ്പൊ അവന്മാര് വീടിന്റെ അവിടെയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്കൊന്ന് ഇറങ്ങി നോക്കാമെന്ന്. എനിക്ക് ഈ ഫ്ലാഷ് അടിക്കുന്നൊന്നും കാണാൻ വയ്യ. ഗ്രൂപ്പായിട്ട് വരുമ്പോഴേക്കും നമുക്ക് പേടി തോന്നത്തില്ല, പക്ഷെ ഒറ്റയ്ക്ക് വരുമ്പോ ചെറുതായിട്ടൊന്നും പേടി തോന്നാൻ. ചിലപ്പോ ഇതൊക്കെ ആളുകൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതായിരിക്കും. അവിടെ കണ്ട ഒരു ചേട്ടനും അത് തന്നെയാണ് എന്നോട് പറഞ്ഞത്. ഈ ചേട്ടൻ ആ വഴി രാത്രി ഒറ്റയ്ക്ക് പോകാറുള്ളതാണ്, പക്ഷെ ഇതുവരെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഈ ഗോസ്റ്റ് ഹണ്ടിങ് പോലെ പേടിയുള്ള മറ്റൊരു കാര്യമാണ് നമ്മുടെ കരിയർ ചൂസ് ചെയ്യുന്നത്. പക്ഷെ ഇനി അത് വളരെ ഈസിയാണ്. കാരണം ഇന്ത്യയിലെ ടോപ്പ് MBA പ്രോഗ്രാംസിൽ ഒന്നാണ് അമൃത ഓൺലൈൻ MBA. എൻറോഡ് ഓപ്ഷൻസിൽ USA% വരെ ചെലവും കുറവാണ്. ഞങ്ങൾ രാത്രിയിൽ ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോ വീട്ടുകാർക്കും പേടിയായി. ഇത് ഞങ്ങള് പതുക്കെ കഴിച്ചിട്ട് ഇവിടെ അങ്ങനെ കറങ്ങിയൊക്കെ നോക്കിയിട്ട് അണയുടെ താഴോട്ടൊക്കെ ഇറങ്ങി നടന്നു പോയിട്ട് ശരി, അങ്ങനെ തന്നെ ഉള്ള പേടിക്കാനായിട്ട്. അപ്പൊ എന്നാ എന്നാ കുറെ നേരമായിട്ടൊരു സൗണ്ട് കേൾക്കായിരുന്നു ഇരുമ്പിന്റെ. പേടിപ്പിക്കുന്നോടാ, മൂത്രം ഒഴിക്കാനും സമ്മതിക്കത്തില്ല. എന്തുമാത്രം നേരം പിടിച്ചു വയ്ക്കുന്നത്. പ്രേതത്തെ വളയ്ക്കണം. ഇങ്ങനെയാണ് നമ്മുടെ കൂടെ ഉള്ളവന്മാർ. പ്രേതത്തിനെ വരെ വിടത്തില്ല. അതെ, എന്നെ ഉദ്ദേശിച്ചാണോ അത്? എല്ലാരും ഉദ്ദേശിച്ച കൂടെയുള്ളവന്മാരെല്ലാം കണക്കാ, ഞാൻ ഉൾപ്പെടെ. കണ്ടോ കരിമ്പന? കണ്ടോ അതാണ് കരിമ്പന. കണ്ടോ തമിഴ്നാട് കരിമ്പന. കുറെ നേരമായിട്ട് നടക്കാണ്. ഏകദേശം ഒരു 1 കിലോമീറ്ററോളം നടന്ന് ഇതുവരെ ഒരു തേങ്ങയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പ്രൂവ്ഡ് ഈ നാട്ടില് പ്രേതമൊന്നുമില്ല. നാട്ടിൽ വരുമ്പോ എന്നെ പുറത്തു വിടാതിരിക്കാൻ വേണ്ടിട്ട് ഈ നാട്ടുകാരെന്നെ പേടിപ്പിച്ചു. വീട്ടുകാരൊക്കെ പറഞ്ഞു പേടിപ്പിച്ചതാ പ്രേതമുണ്ടെന്ന്. ഇപ്പൊ എനിക്ക് ആ പേടി പോയി. ഞങ്ങൾ പ്രേതത്തെ ഒന്നും കണ്ടില്ല. പക്ഷെ അന്ന് രാത്രി നാട്ടുകാർ ഏതോ ഒരു ജീവിയെ കണ്ടെന്ന് ചെറിയൊരു കരക്കമ്പിയൊക്കെ കേട്ടു. പിന്നെ അധികം നേരം ഞങ്ങൾ നിന്നില്ല, നേരെ തിരിച്ച് നാട്ടിലേക്ക് വന്നു. ഇനി ആ CCTV ഫുട്ടേജിൽ ഉള്ളത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തുമില്ല. ചിലപ്പോ ആരെങ്കിലും ഒരു കഥയൊക്കെ ഉണ്ടാക്കി പറഞ്ഞതായിരിക്കും. ഞങ്ങൾ കോവിൽ വരെ പോയിട്ട് തിരിച്ചു വന്നിട്ടും ഈ ആന്റിയുടെ പേടി ഇതുവരെ മാറിയിട്ടില്ല. പക്ഷെ എന്റെ ഫ്രണ്ട് കണ്ണന്റെ പേടിയൊക്കെ മാറി. അതിന്റെ ചെറിയൊരു സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് നമ്മുടെ ഉള്ളിലെ പേടി തന്നെയാണ്. അതുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതില്ലെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടോക്ക്. ഈ ഒരു CCTV ഫുട്ടേജ് തമിഴ്നാട്ടിലെ ഒരു ചെറിയ വില്ലേജിലെയാണ്. അവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഇത് പ്രേതമാണെന്നാണ്. അതാണ് ഒന്ന് ഫ്രൈഡേയും കൂടെ ആയതുകൊണ്ട് പിന്നെ മുന്നേ എന്താണ് എമറാൾഡ് എമറൊക്കെ കൊണ്ടാല്
ഇതെന്തോ അവൻ്റെ പേരെന്ത് മൈൻക്രാഫ്റ്റ് പള്ളിയിൽ. അപ്പം നമുക്കെന്നാലേ എൻ്റെ ഈ പവർ സ്റ്റൈലർ ഈ സംഭവം ഇല്ലേ പവർ സ്റ്റൈലറോ അങ്ങനെ പാടില്ല എൻ്റെ ഇതിൻ്റെ പേര്. ആ പവർ സ്റ്റൈലർ. ഇവൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ട്. പവർ സ്റ്റൈലർ ട്രെയിലർ. പവർ സ്റ്റൈലർ കമ്പ്യൂട്ടറിൻ്റെ പുല്ലും പറയാൻ പറ്റും. പവർ സ്റ്റൈലർ ആ ട്രെയിലർ ഇങ്ങനെ ഇവിടെ പവർ ട്രെയിലർ. ആ ട്രെയിലർ. ഓക്കെ നമ്മളെന്തെടുക്കും പവർ ട്രെയിലർ എടുക്കും. എവിടെ പവർ ട്രെയിലർ വന്നാൽ എന്താണ് പവർ ട്രെയിലർ എന്നിട്ട് എസ് അടിക്കണം. മണി നോ ഫുഡ് ഓടാ കുറങ്ങ ഓരോ മന്താന്ന് വേണ്ട 2 month 10 month 1 year മണി നോ ഹോം നോ. ഇന്ന് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. കയ്യിൽ 1 രൂപ പോലും ഇല്ലാതെ അടുത്ത 5 ദിവസം ഞാൻ സർവൈവ് ചെയ്യണം. 1 മണിക്കൂറത്തേക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ജോലി കിട്ടുമായിരിക്കും. ചേട്ടാ എനിക്കൊരു ജോലി തരാം അവിടെ. നോ മണി നോ ഫുഡ് നോ ഷെൽട്ടർ. കാരണം വളരെ സിമ്പിളാണ്. എൻ്റെ റൂം വൃത്തിയല്ലെന്ന് പറഞ്ഞാണ് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്. ഞാൻ കാണിച്ചിട്ടിരിക്കുന്നത് ഇനി റൂം ക്ലീൻ ആക്കിയിട്ട് ഇങ്ങോട്ട് കയറി വന്നാൽ മതി. നീ പറഞ്ഞ കേട്ടല്ലോ. നാച്ചുറൽ ആക്ടിങ്. അമ്മയുടെ ഒരു കാര്യം. എന്റെ കയ്യിൽ ഇപ്പൊ ഉള്ളത് ഈ 2 സോക്സ് മാത്രമാണ്. നമ്മുടെ ചലഞ്ച് അങ്ങനെ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് Day 1 ആണ്. അപ്പൊ ഇന്നത്തെ പ്ലാൻ എന്താന്ന് വെച്ചാല് നമ്മള് പല പല കടകളിൽ കയറിയിട്ട് എന്തെങ്കിലും ജോലി തരുമോ എന്ന് ചോദിക്കും. അത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അതിനുവേണ്ടി ഞാൻ ഓരോ കടകളിലേക്ക് ഒരു നാണവും ഇല്ലാതെ കയറി ചെന്നു. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ ജോലി തരാൻ പറ്റുമോ? എന്തെങ്കിലും കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ ജോലിക്കാരൻ. പക്ഷെ നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കണം. ചേട്ടാ നമസ്കാരം. 5 ദിവസത്തേന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ജോലി ചെയ്തിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ഇവിടെ എന്തെങ്കിലും ജോലി കിട്ടാനായിട്ട് എന്തെങ്കിലും വഴി ഉണ്ടാവും? ആ അതെ അതെ. ഒന്നുമില്ല. ഒരു ജോലി കിട്ടാത്തതിൽ എനിക്ക് ഒരു വിഷമവും തോന്നിയില്ല. പക്ഷെ ഈ ചോദ്യം ഒന്നുമില്ല. സമാധാന സ്വസ്ഥം. ആ ചേട്ടൻ എന്നെ മെന്റലി തളർത്തി. എന്തിനാ ചേട്ടാ എന്നോട് എങ്ങനെ ചെയ്തു? ജീവിതം അങ്ങനെയാണ്. പലതവണ തോറ്റെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ വിചാരിക്കും എന്താ വീട്ടിലെത്തിച്ചേക്ക് കമ്പത്തിൽ വെച്ചേക്ക് പിന്നെ 4 ആൾക്കാരില്ല വീടാ
നമ്മൾ ഏതിന് തുടങ്ങി? പ്രേതം അല്ലേ? അപ്പം അടുത്ത വീഡിയോയിൽ നമുക്കൊരു പ്രേതത്തിനെ എടുക്കാം കേട്ടോ. ബോയ് എന്താ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു ഗിവ് അവേ നമ്മൾ നടത്തിയിട്ടുണ്ട്, അതിലടിയിൽ നിന്ന് ആർക്കാൻ നോക്കാം. അപ്പം എൻ്റെ വീഡിയോ തന്നെ ഇതിൻ്റെ തൊട്ട് കുറേ കിടക്കുന്നതാണ്, എൻ്റെ യൂട്യൂബിൽ കയറി നോക്കിയാൽ മതി. പിന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം.